ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമി. കേരള ഹൈക്കോർട്ടിൽ അസിസ്റ്റൻ്റായി ഒരു ജോലി. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന പ്രധാനപ്പെട്ട പോസ്റ്റിനെ പറ്റിയുള്ള ജോബ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ. സോ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ജോബ് പ്രോമിസ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. സോ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ കേരള ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് വിഭാഗം നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. സോ ഓവർ ടു ദി ഡീറ്റെയിൽസ്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. എങ്ങനെ വേണം ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈക്കോർട്ട് ഓഫ് കേരള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എറണാകുളത്തെ കേരള ഹൈക്കോടതിയിലെ ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. വളരെയധികം ജോബ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നതും ഒട്ടനവധി ഒഴിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതുമായൊരു തസ്തികയാണ്. സോ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. Applications are invited from qualified Indian citizens for appointment to the following post in the High Court of Kerala. Candidate shall apply through online through the recruitment portal of the High Court of Kerala. Okay, കേരള ഹൈക്കോടതിയിലെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ വഴിയാണ് നമ്മളിവിടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. www.hckrecruitment.nic.in ആണ് വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാനായിട്ട്. സോ നമുക്ക് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് നമ്പർ 1/2021. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റൻറ്റ്. സ്കെയിൽ ഓഫ് പേ 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആൻഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് വാലിഡിറ്റി ഓഫ് ദി റാങ്ക് ലിസ്റ്റ് 55 ആണ്. ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് 55 പോസ്റ്റുകളാണ് ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നമുക്ക് വരുന്നത് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ആൻഡ് 1/1/2003. ഈ ഡേറ്റുകളുടെ ഇടയിൽ ജനിച്ചിട്ടുള്ളവരാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ്സ് അവർക്കെല്ലാവർക്കും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ കേസും അതുതന്നെയാണ്. കൂടാതെ ഹൈക്കോർട്ട് സർവീസിൽ വർക്ക് ചെയ്യുന്നവരുടെ വയസ്സ് സംബന്ധിച്ച ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എക്സ് സർവീസ്മാൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഏജ് റിലാക്സേഷൻ അപ് ടു 15 years വിൽ ബി ഗ്രാൻഡഡ് ടു ദി ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. അവർക്ക് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കും. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണത്. ബാച്ചിലേഴ്സ് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഇവിടെ നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. കൂടാതെ 50% മാർക്കും നമുക്ക് നിർബന്ധമായിട്ടും വേണം. കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി, ലോ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി കൂടാതെ അവരും ഇതിന് അപേക്ഷിക്കാൻ യോഗ്യരാണ്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്പ്യൂട്ടർ നോളജും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതും നിർബന്ധമായിട്ടും വേണം. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് മുൻപ് തന്നെ നിങ്ങളെല്ലാവരും ഈ യോഗ്യത നേടിയിരിക്കണം എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്ന മോഡ് ഓഫ് സെലക്ഷൻ. ദ സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ. 3 പ്രോസസ്സാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് ആദ്യമുള്ളത് ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്, അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇത്രയും പ്രോസസ്സ് ചേർന്നതാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിൽ ബി ഫോർ 100 മാർക്ക്, 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് OMR മോഡലിൽ. കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നമുക്കുണ്ട്, അത് നമുക്ക് വരുന്നത് 60 മാർക്കിനാണ്. ഓക്കെ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും അറ്റ് എ ടൈം ഒന്ന് കഴിഞ്ഞ് അതിന് ശേഷമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നമുക്ക് 75 മിനിറ്റ് ഡ്യൂറേഷനിൽ 3 സെക്ഷനായിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത്. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 50 മാർക്കിനും ജനറൽ നോളജ് 40 മാർക്ക്. അതിൽ ജനറൽ നോളജ് എന്ന ഏരിയയിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും ഏരിയാസ് ചേർന്നതാണ് GK ഏരിയ സിലബസിൽ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വരുന്ന മൂന്നാമത്തെ പാർട്ട് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്, അത് 10 മാർക്കിനാണ്. അവിടെയും നമ്മൾക്ക് ഇതുപോലെ തന്നെ ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 1 മാർക്ക് ആൻഡ് ഫോർ എവറി ഇൻകറക്റ്റ് 1/4 ഓഫ് ദ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. ഓക്കെ, നെഗറ്റീവ് മാർക്കിങ് നമുക്ക് ഈ എക്സാമിൽ ഉണ്ടായിരിക്കും എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും നിങ്ങളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മിനിറ്റ് ഡ്യൂറേഷനിൽ 60 മാർക്ക് അടങ്ങിയതാണ്. അതിൽ നമുക്ക് പ്രിസൈസ്, കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേസ്, ഇങ്ങനെ 3 ഏരിയാസ് ചേർന്നതാണ്. ലാസ്റ്റ് നമുക്ക് വരുന്ന റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. അത് 10 മാർക്കിനാണ് ഇൻ്റർവ്യൂ. ആൻഡ് മിനിമം മാർക്ക് ഫോർ ബീൻ ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് വിൽ ബി 35% ഇൻ ഇൻ്റർവ്യൂ. റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ട മിനിമം മാർക്ക് 35% മാർക്കാണ് അത് ഇൻ്റർവ്യൂവിൽ. ആൻഡ് ദ മീഡിയം ഓഫ് ദ ടെസ്റ്റ് വിൽ ബി ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുക. സ്റ്റാൻഡേർഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ദാറ്റ് സ്യൂട്ടബിൾ ഫോർ കാൻഡിഡേറ്റ് വിത്ത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ. ആൻഡ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ലെവലിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഇവിടെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇംഗ്ലീഷിലായിരിക്കും എക്സാമിനേഷൻ മോഡ്.
Minimum mark for being included in the shortlist of candidate to be called for the interview will be 40% in the objective test. ഇൻ്റർവ്യൂവിൽ ഒരാളെ ക്ഷണിക്കാനുള്ള മിനിമം മാർക്ക് നമുക്ക് വരുന്നത് 40% മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയുള്ളൂ. ആൻഡ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് ടു ബി കോൾ ഫോർ ദി ഇൻ്റർവ്യൂ വിൽ ബി ഡിസൈഡ് ബൈ ദ ഹൈക്കോടതി. ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ് ഷോർട്ട് ലിസ്റ്റ് തീരുമാനിച്ച് ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കും ഇൻ്റർവ്യൂവിൽ കിട്ടിയ മാർക്കും 3 മാർക്ക് കൂടെ ക്രോഡീകരിച്ചാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീ നമുക്ക് 450 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ചൊല്ലാൻ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ പരീക്ഷ തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിങ്ങനെ ഉള്ള ഏരിയാസിലായിരിക്കും ഈ എക്സാം നടക്കുക. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഈ പറയുന്ന ഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 പ്രോസസ് ആൻഡ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫ്രീ ത്രൂ ഓൺലൈൻ മോഡ് ആരംഭിക്കുന്നത് 8/7/2021 ജൂലൈ 8 മുതലാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. സ്റ്റെപ്പ് 1 പ്രോസസ്സ് ക്ലോസ് ചെയ്യുന്നത് 28/7/2021 ആൻഡ് സ്റ്റെപ്പ് 2 പ്രോസസ് ആൻഡ് റെമിറ്റൻസ് ഓഫ് ഫീ ത്രൂ ഓൺലൈൻ മോഡ് ആൻഡ് ഡൗൺലോഡിംഗ് ഓഫ് ചെല്ലാൻ ഫോർ ഓഫ്ലൈൻ പേയ്മെൻ്റ് എല്ലാം നടക്കുന്നത് 9/8/2021 വരെ ആണ് ലാസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് അറ്റ് SBI ബ്രാഞ്ചസ് 11/8/2021. ലാസ്റ്റ് ഫീ ഫോർ റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡിലൂടെ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 27/8/2021 ആണ്. ഇത്രയും ഡേറ്റ്സ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന തീയതികളിൽ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ സമർപ്പിക്കുക. ഓൾ ദി ബെസ്റ്റ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിങ്ങളുടെ സ്വന്തം അൺഅക്കാഡമി ഒരുക്കുന്നു പുതിയ ബാച്ച് കോഴ്സ് ദൗത്യം, എ 70-day കോഴ്സ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആൻഡ് ഡിഗ്രി ലെവൽ എക്സാം. ജൂലൈ 1 ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും മറക്കാതെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ റാങ്കുകൾ ഉറപ്പാക്കൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടൂ. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ഈ ബാച്ച് കോഴ്സ് നിങ്ങളെ വിജയത്തിലെത്തിക്കും. അൺഅക്കാഡമിയുടെ ഒരൊറ്റ പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെ മുഴുവൻ കേരള PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. 10% ഡിസ്കൗണ്ടോടെ അൺഅക്കാഡമി കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കേരള PSC 10 എന്ന കോഡ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കൂ. കൂടുതൽ അപ്ഡേറ്റ്സിനും ലൈവ് ക്ലാസ്സുകൾക്കുമായി അൺഅക്കാഡമിയുടെ ടെലഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.